ചോദ്യങ്ങൾ പലതാണ്. എന്തിനാണ് കേരളത്തെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തിനാണ് കേരളത്തെ ഇങ്ങനെ വഞ്ചിക്കുന്നത്? ഇത് കേന്ദ്ര സർക്കാരിനോട് ഈ സംസ്ഥാനം ചോദിക്കുന്ന ചോദ്യമാണ്. മാത്രമല്ല കേരളത്തിലെ BJP നേതാക്കളോട് ഈ നാട് ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കൂ, കേവലം 18 കിലോമീറ്റർ മാത്രമാണ് മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നത് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. എന്നാൽ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുമ്പോൾ കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഒരു നഷ്ടമുണ്ടല്ലോ, അത് ചെറുതല്ല. അതൊന്ന് വിശദീകരിച്ച് കാണിച്ചു തരാം. എന്തൊക്കെയാണ് നഷ്ടം എന്നുള്ളത് നോക്കൂ. ഉള്ളാൾ മുതൽ ബംഗളൂരു ജംഗ്ഷൻ വരെ 18 കിലോമീറ്റർ ആണ് ഇതിൽ പാലക്കാട് ഡിവിഷൻ നഷ്ടമാകുന്നത്. അതിൽ നേരത്തെ ഉള്ളൊരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ നേരത്തെ 1247.50 കിലോമീറ്റർ ആയിരുന്നു ഈ പാലക്കാട് ഡിവിഷന്റെ പ്രവർത്തന വിസ്തൃതി എന്ന് പറയുന്നത്. എന്നാൽ തിരുവനന്തപുരം ഡിവിഷൻ രൂപീകരിച്ചതോടെ ഇത് 11,032.98 കിലോമീറ്റർ ആയി ചുരുങ്ങി, ശോഷിച്ചു. പിന്നീട് 2007-ൽ സേലം ഡിവിഷൻ രൂപീകരിച്ചതോടെ പ്രവർത്തന വിസ്തൃതി എന്ന് പറയുന്നത് 582 കിലോമീറ്റർ ആയി പകുതിയായി കുറഞ്ഞു. ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. നഷ്ടം എന്ന് പറയുമ്പോൾ അത് ഏതിലാണെന്ന് നോക്കാം. ചരക്കു വരുമാനത്തിലെ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടമായി വിലയിരുത്തപ്പെടുന്നത്. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടത് അതാണ്. ന്യൂ മംഗളൂരു പോർട്ട് വഴിയുള്ള ചരക്കു വരുമാനം ഇനി പാലക്കാട് ഡിവിഷന് ലഭിക്കില്ല. അതേറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവനായി ബാധിക്കുന്നതാണ്. ഏകദേശം 600 കോടിയോളം രൂപയായിരുന്നു ചരക്ക് നീക്കത്തിലൂടെ പാലക്കാടിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇത് നടന്നു കഴിഞ്ഞാൽ ലഭിക്കില്ല. വലിയ നഷ്ടമാണ് ഈ ചരക്കു വരുമാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ പുതിയ ട്രെയിനുകൾ പാലക്കാടിന് ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു അവഗണന. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ നിയന്ത്രണവും കേരളത്തിന് നഷ്ടമാകും. അത് വലിയ കാര്യമാണ്, ചോദ്യമാണ്. ട്രെയിനുകൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ഇനി പാലക്കാടിന് അവകാശമേ ഉണ്ടാകില്ല. നിലവിലുണ്ടായിരുന്ന ഒരു അവസ്ഥ പോലുമല്ല. നമ്മൾ പൂർണ്ണമായും അവഗണിക്കപ്പെടുമെന്നുള്ളതാണ്. തീരുമാനമെടുക്കാനുള്ള അധികാരം അത് മൈസൂർ ഡിവിഷന് ലഭിക്കും. ഇതോടുകൂടി എന്താകും? മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്നതും കേരളത്തിലൂടെ സഞ്ചരിക്കുന്നതുമായ ട്രെയിനുകളുടെ നിയന്ത്രണം പൂർണ്ണമായും മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ പുതിയ ട്രെയിനുകളൊന്നും നമുക്ക് ലഭിക്കില്ല. ഇപ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട എത്രമാത്രം പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അടുത്ത പോയിന്റിലേക്ക് നോക്കൂ. അത് മലബാറിലേക്കുള്ള ട്രെയിനുകളും കുറയുമെന്നതുള്ളതാണ് മറ്റൊരു തിരിച്ചടി. അത് കണ്ണൂർ അവസാനിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരത്തേക്ക് നീട്ടണമെങ്കിൽ ഇനി മൈസൂർ ഡിവിഷന്റെ അനുമതി കൂടി വേണ്ടിവരും. എമർജൻസി ക്വാട്ട ടിക്കറ്റ് അടക്കം ലഭിക്കുന്നതിന് മലബാറിലുള്ളവർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ ഇനി മുതൽ മൈസൂർ ഡിവിഷനെ ആശ്രയിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മളെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ കൂടുതൽ ഉയരാനാണ് സാധ്യത. സർക്കാർ തന്നെ, UDF തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരും. എന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ മാറ്റി നിർത്തുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്.